ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനെക്സ് ടെക്നോളജീസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സെന്റിമെന്റ് അനാലിസിസ് നടത്താം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആ സെന്റിമെന്റ് അനാലിസിസ് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് നെഗറ്റീവും പോസിറ്റീവും അല്ലാതെ ഇപ്പം സാഡ്, ആംഗ്രി അല്ലെങ്കിൽ ഹാപ്പി, അതൊക്കെ എങ്ങനെ നമുക്ക് സെന്റിമെന്റ് അനാലിസിസ് ചെയ്യാം. പിന്നെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നമുക്കൊരു സ്മൈലി ആയിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ കോഡ് ആദ്യം പരിശോധിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ കോഡ്. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. പിന്നെ ട്രെയിനിങ് ഡേറ്റ സെറ്റ് കൊടുത്തു. ഇവിടെ ട്രെയിനിങ് ഡേറ്റ സെറ്റിൽ നമ്മൾ ഐ ആം വെരി ഹാപ്പി ടുഡേ, ദിസ് ഈസ് വണ്ടർഫുൾ, ഐ ഫീൽ ഗ്രേറ്റ്, ഐ ആം സ്മൈലിംഗ്, ഐ ഫീൽ വെരി സാഡ്, ദിസ് ഈസ് depressing, I am unhappy, I feel terrible, I am very angry, this makes me mad, I hate this, I am furious, what a surprise, I cannot believe this, wow, amazing, this ഷോക്ക്ഡ് മീ, അങ്ങനെയുള്ള കുറച്ച് ഡേറ്റാ സെറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ അത് ഓരോന്നും അനലൈസ് ചെയ്യുമ്പോൾ എന്താ ഏത് ഇമോഷനാണ് വരേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹാപ്പിയുടെ ഒരു 4 ആണ്, സാഡിന്റെ 4, ആംഗ്രിയുടെ 4, സർപ്രൈസിന്റെ 4, അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. 4 ഇമോഷൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഡേറ്റ സെറ്റ് അതിനുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഡേറ്റ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ ന്യൂമറിക്കൽ ഫീച്ചേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് കറസ്പോണ്ട് ആയിട്ട് ഇമോജി വരാൻ വേണ്ടി ഇമോജിയുടെ ഡിക്ഷണറീസ് നമ്മൾ കൊടുത്തു. ഹാപ്പിയുടേതും സാഡിന്റേതും ആംഗ്രിയുടേതും പിന്നെ സർപ്രൈസിന്റേതും നമ്മൾ കൊടുത്തു. പിന്നെ ഓരോന്നും കറസ്പോണ്ട് ആയിട്ട് ഇമോജി വരാനുള്ള ഓരോ ഫങ്ഷൻസ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമുക്ക് നമ്മളിവിടെ ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇമോഷൻ എന്താ നമ്മൾ മാനുവലി ഒരു സെന്റൻസ് ആയി ടൈപ്പ് ചെയ്താൽ കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ട് റീഡ് ചെയ്ത് മാനുവലി വൈൽ ട്രൂ കണ്ടീഷൻ ഒക്കെ കൊടുത്തു, അല്ലെങ്കിൽ ബ്രേക്ക് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അതെങ്ങനെയാ നമുക്കത് ഷോ ചെയ്യേണ്ടത്, അത് പ്ലോട്ട് ചെയ്യാനും നമ്മുടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കോഡ് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. ഓക്കെ, കണ്ടോ, നമ്മുടെ കോഡ് ഇപ്പൊ ഇവിടെ റൺ ചെയ്തിട്ടുണ്ട്. എന്റെ ദി സെന്റൻസ് ചോദിച്ചിട്ടുണ്ട്, സെന്റൻസ് എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു സെന്റൻസ് എൻറ്റർ ചെയ്ത് നോക്കാം. അവിടെ എന്താ വരും നമുക്ക് നോക്കിയാലോ. നമ്മളെ ടെർമിനലിൽ ടൈപ്പ് ചെയ്യാൻ ടെർമിനലിൽ കൂടെ എൻറ്റർ ചെയ്യണമായിരുന്നു. നമ്മൾ ഫസ്റ്റ് കൊടുക്കാം വാവ്. ദിസ് ഈസ് വണ്ടർഫുൾ. ഓ, ദിസ് ഈസ് വണ്ടർഫുൾ എന്ന് കൊടുത്തു. അപ്പൊ വാവ്, ദിസ് ഈസ് വണ്ടർഫുൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ സെന്റിമെന്റ് എന്താ, അല്ലെ സെന്റിമെന്റ്സ് എന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. കണ്ടോ, വാവ്, ദിസ് ഈസ് വണ്ടർഫുൾ എന്ന് പറയുമ്പോൾ അവിടെ സെന്റിമെന്റ്സ് സർപ്രൈസ് ആയിരുന്നു. അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഇമോജിയും നമുക്ക് ഫ്ലോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ. പിന്നെ നെക്സ്റ്റ് വേറൊരു സെന്റൻസ് നോക്കിയാലോ. അതിന്റെ ടെക്സ്റ്റ് ചോദിച്ചു, നമ്മൾ എൻറ്റർ ചെയ്യാൻ ടെക്സ്റ്റ് ഐ എം സാഡ്. ഞാൻ സങ്കടപ്പെട്ടിരിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ സാഡാന്ന് പറഞ്ഞു. നമ്മുടെ ഇമോജി സാഡ് വന്നു. ഡയറക്റ്റ് നമ്മൾ പറയുമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു സെന്റൻസ് നോക്കിയാലോ. ഐ ആം ഫ്യൂരിയസ്. ഐ ആം ഫ്യൂരിയസ് എന്ന് പറഞ്ഞപ്പോ എന്താ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ ആംഗ്രി, ആ ഒരു മീനിങ് ആണ് അതിന് വരിക. പിന്നെ ഭയങ്കര ഫ്യൂരിക്കാം. ദിസ് ഈസ് ഷോക്ക് ടു മീ. നമുക്ക് അടുത്തൊരു നോക്കിയാലോ, അടുത്ത സെന്റൻസ് നമുക്ക് നോക്കിയാലോ. This is shocked me. സർപ്രൈസ്. തന്നെ ഞെട്ടിച്ചു, എനിക്ക് ഷോക്ക് ആയിരുന്നു എന്നുള്ളത്. ഇനി നമുക്ക് വേറൊന്നും നോക്കിയാലോ. ഐ ആം ഹാപ്പി.
because my friend is coming today. ഇതിന്റെ ഈ സെന്റൻസിന്റെ സെന്റിമെന്റ് നമുക്ക് നോക്കിയാലോ. എന്താ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടാ? എന്റെ ഫ്രണ്ട് ഇന്ന് വരുന്നുണ്ട്, ഞാൻ ഹാപ്പി. അപ്പൊ അതിന്റെ ഇമോജിയും അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.